ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം വാക്കേറ്റം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിന്റെ സാന്നിധ്യമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്നലെ പരിപാടിയിൽ പങ്കെടുത്ത വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരുടെ സാന്നിധ്യം അവിടെയുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് സംഘർഷത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായി ഏറെ വിശ്വാസികൾ ഹിന്ദു വിശ്വാസമായി ചേർന്നിരിക്കുന്ന പരിപാടികൾ നിയമങ്ങൾ പാലിക്കൂ, നിയമങ്ങൾ പാലിക്കൂ, നിയമങ്ങൾ പാലിക്കൂ, നിയമങ്ങൾ പാലിക്കൂ. കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ, കാക്കിക്കുള്ളിൽ കോൺഗ്രസ് എങ്കിൽ. നിയമങ്ങൾ ലംഘിക്കൂ, നിയമങ്ങൾ ലംഘിക്കൂ, നിയമങ്ങൾ ലംഘിക്കൂ, നിയമങ്ങൾ ലംഘിക്കൂ. ബോടാക്കുള്ളിലെ കോൺഗ്രസ്, ബോടാക്കുള്ളിലെ കോൺഗ്രസ്, ബോടാക്കുള്ളിലെ കോൺഗ്രസ്, ബോടാക്കുള്ളിലെ കോൺഗ്രസ്. ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ, ധൈര്യമുണ്ടെങ്കിൽ കയറി വാടാ. കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം. മോദി സൈന്യം കാണിച്ചു തരാം, മോദി സൈന്യം കാണിച്ചു തരാം. BJPയുടെ ശക്തി കാണിച്ചു തരാം. സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കടന്നു വന്നത്, നമ്മൾ ഈ മണ്ണിലേക്ക് കടന്നു വന്നത്, നമ്മൾ തേക്കിനാട് മണ്ണിലേക്ക് കടന്നു വന്നത് കേവലം ജനാധിപത്യ രീതിയിൽ മാനിശാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിശ്വാസികളുടെ തേക്കിൻകാട് മണ്ണിൽ, ശിവന്റെ മണ്ണിൽ, ഈ വടക്കുനാഥിന്റെ മണ്ണിൽ പല വിശ്വാസികളും മോദി പ്രസംഗിച്ച വേദിക്ക് സമീപമാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ആ വേദിയിലേക്ക് എത്തുകയും ചാണകവെള്ളം തളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്നാണ് BJP പ്രവർത്തകർ അവിടെ എത്തി ഇവരെ തടയാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇരുകൂട്ടരെയും ഇപ്പോൾ തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സംഘർഷം തരത്തിൽ തുടരുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തൃശ്ശൂരിൽ പ്രധാനമന്ത്രി സംസാരിച്ച വേദിക്ക് സമീപമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്.